ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴിയം കിടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പുഷ്പവാടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താമസം മാറുകയാണ് കാവേരിയും വീട്ടുകാരും. നരേന്റെ ഔട്ട് ഹൗസിലാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. കാവേരിയും ശാരദയും ഗംഗയും കൂടി നിളയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. പണം എടുക്കാനായി ബാങ്കിലേക്ക് പോകുന്ന വിനീത് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ബാങ്കിലേക്ക് വരികയാണ്. അരവിന്ദൻ വാങ്ങിയ തോട്ടത്തിന്റെ പണം ജയബാലന്റെ ചതി തെളിയിച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കാവേരിയും മേടിച്ചെടുത്തതാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അത് വിനീതിന്റെ ബാങ്ക് അക്കൗണ്ടിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. തുടർന്ന് ടെൻഷനോടുകൂടി വിനീത് കാവേരിയും കൂട്ടി ബാങ്കിലേക്ക് വരികയാണ്. സ്റ്റാഫ് പറയുന്നു, വിനീത്, നിങ്ങളുടെ കാര്യം ഞാൻ മാനേജറോട് സംസാരിച്ചിരുന്നു, നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വാ. മാനേജർ അരികിലേക്ക് വന്ന കാവേരി പറയുന്നു, സർ, 2 ദിവസത്തിന് മുമ്പാണ് പണം അക്കൗണ്ടിൽ ഇട്ടത്. പണം ആരും വിഡ്രോ ചെയ്തിട്ടില്ല, അക്കൗണ്ടിൽ ഇല്ല എന്നും പറയുന്നു. ഇതുവരെ ക്രെഡിറ്റ് ആയില്ലേ? അപ്പൊ വിനീത് പറയണ, സർ, അക്കൗണ്ടിൽ പണം വന്നെന്നുള്ള മെസ്സേജ് ഒക്കെ വന്നിരുന്നു. ഫോൺ വാങ്ങിച്ചു നോക്കി മാനേജർ ചോദിക്കുന്നു, പണം അക്കൗണ്ടിൽ നിന്നും പോയി എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്, അത് കണ്ടില്ലേ നിങ്ങള്? സാർ, ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് കാവേരി അത് വാങ്ങിച്ച് നോക്കുകയാണ്. ഇതെന്താ വിനീതേട്ടാ, ഡെബിറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. മാനേജർ ചോദിക്കുന്നു, രണ്ടാമത് വന്ന മെസ്സേജ് ശ്രദ്ധിച്ചില്ലേ? പണം അക്കൗണ്ടിലേക്ക് വന്നത് രണ്ടാമത് മെസ്സേജ് വന്നതാണെന്നാ ഞാൻ കരുതിയതെന്ന് വിനീത് പറയുമ്പോൾ കാവേരി പറയണേ, എനിക്ക് മനസ്സിലാകുന്നില്ല സർ, വിനീതേട്ടൻ അക്കൗണ്ടിൽ നിന്നും പണം വിഡ്രോ ചെയ്തിട്ടില്ല. വിനീതേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും വേറെ ആര് പണം എടുക്കാനാ, അതും പെർമിഷൻ ഇല്ലാതെ? മാനേജർ ചോദിക്കുന്നു, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കെങ്കിലും കൊടുത്തായിരുന്നോ? ഇല്ല സാർ എന്ന് വിനീത് പറയുമ്പോൾ സ്റ്റാഫ് ചോദിക്കാണ്, കാർഡിന്റെ മുകളിലുള്ള നമ്പർ പറയൂ, അയച്ച OTP പറയൂ എന്നൊക്കെ പറഞ്ഞ് കോള് വന്നായിരുന്നോ? കാവേരി ചോദിക്കുന്നു, സാർ, അപ്പം പണം മോഷണം പോയതാണെന്നാണോ പറയുന്നത്? അപ്പൊ മാനേജർ പറയുന്നു, അതെ, പണം അങ്ങനെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇത് കേട്ട് വിനീത് ഞെട്ടി നിൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് കാവേരി ചോദിക്കുന്നു, അപ്പോ പണം പോയോ? സ്റ്റാഫ് പറയുന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാ തെറ്റെന്തോ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിനീത് ഓർക്കുകയാണ്. വിനീത് റോഡിലൂടെ നടന്നു പോയപ്പോൾ ഒരു കോള് വന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത വിനീതിനോട് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, അതിനാ വിളിച്ചതെന്ന് പറയുന്നു. വിനീത് ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, പറയൂ സാർ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടില് ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ലേ? ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിനീത് പറയുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, സാർ, സാറിന്റെ ATM കാർഡിൽ ഒരു നമ്പർ ഇല്ലേ, അതൊന്ന് പറഞ്ഞു തരുമോ? ശരിയെന്ന് പറഞ്ഞ് ATM കാർഡ് എടുത്ത് നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് വിനീത്. അയാൾ പറയുന്നു, ഇപ്പൊ നിങ്ങൾക്കൊരു OTP വന്നു കാണും, അതൊന്ന് പറയണേ. ശരി സാർ എന്ന് പറഞ്ഞ OTP പറഞ്ഞു കൊടുക്കുകയാണ് വിനീത്. തുടർന്ന് വിനീത് പറയുന്നു, അതെ സാർ, എനിക്കൊരു ഫോൺ വന്നായിരുന്നു, അക്കൗണ്ട് നമ്പർ, ATM കാർഡ് നമ്പർ എല്ലാം ചോദിച്ചായിരുന്നു. മാനേജർ ചോദിക്കുന്നു, അവര് ചോദിച്ച നമ്പറൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? OTP പറഞ്ഞു കൊടുത്തോ? മാറ വിനീതേട്ടാന്ന് കാവേരി പറയുമ്പോൾ വിനീത് പറയണ, പറഞ്ഞു സർ. മാനേജർ ചോദിക്കുന്നു, OTP നമ്പർ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് അറിയില്ലേ? അപ്പൊ വിനീത് പറയണ, നിങ്ങളുടെ ബാങ്കിൽ നിന്നാ വിളിച്ചെന്ന് പറഞ്ഞേ. എന്താ വിനീതേട്ട ഇതെന്ന് കാവേരി ചോദിക്കുമ്പോൾ മാനേജർ പറയണ, TVയില്, റേഡിയോയില്, പേപ്പറില് എല്ലാത്തിലും ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ OTP നമ്പർ പറഞ്ഞു കൊടുക്കരുതെന്ന്. അപ്പൊ വിനീത് പറയണ, സർ, നിങ്ങളുടെ ബാങ്കിൽ നിന്നാ ചോദിച്ചേ. അപ്പൊ ആ സ്റ്റാഫ് പറയുന്നു, എടോ, ബാങ്കിൽ നിന്നും ആരും OTP ചോദിക്കില്ല, എത്ര തവണ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ? കരഞ്ഞോണ്ട് കാവേരി ചോദിക്കുന്നു, സർ, അപ്പോ ഞങ്ങളുടെ എല്ലാ പണവും പോയോ? പോയിന്ന് മാനേജർ പറയുമ്പോൾ കരഞ്ഞോണ്ട് കാവേരി പറയുകയാണ്, നീള, സർ, ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടില്ലേ? അപ്പൊ മാനേജർ പറയുകയാണ്, ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകില്ല, സർ, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് കാവേരി കരഞ്ഞോണ്ട് കൈകൂപ്പുകയാണ്. മാനേജർ പറയുന്നു, കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോ, പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക. കരഞ്ഞോണ്ട് വിനീത് ചോദിക്കുന്നു, സർ, അപ്പൊ നമ്മുടെ പണം പോയോ? കാവേരി, ഞാൻ പണം കൊണ്ട് കളഞ്ഞോ? തോട്ടത്തിന്റെ പണം മുഴുവനും പോയോ? കാവേരി ചോദിക്കുന്നു, സർ, പണം ഉടനെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒന്ന് സഹായിക്കണം സർ, എന്റെ അനിയത്തിയെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നും പണം കൊണ്ടുവന്നത്. ആ പണം കിട്ടിയില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്ത് ഞങ്ങളുടെ പണം തിരിച്ചു മേടിച്ചു തരണം. അപ്പൊ മാനേജർ പറയുന്നു, ട്രൈ ചെയ്യാം, പക്ഷെ ഉടനെ ഒന്നും നടക്കില്ല, നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോ, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കാം. വിനീതും കാവേരിയും കരഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാവേരിയുടെ അരികിലേക്ക് വന്ന വിനീത് പറയുന്നു, സോറി കാവേരി, ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നടന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അടുത്തത് എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. അപ്പൊ കാവേരി പറയണ, എത്ര ഈസി ആയിട്ടാ വിനീതേട്ടൻ ഇത് പറയുന്നത്? അപ്പൊ വിനീത് പറയുന്നു, ഞാൻ ചെയ്ത മണ്ടത്തരം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്, ഞാൻ വേണോന്ന് കരുതി ചെയ്തതല്ലോ. അപ്പൊ കാവേരി പറയണ, വേണോന്ന് ചെയ്തതാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ, പക്ഷെ എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണ്ടേ? എത്ര കഷ്ടപ്പെട്ട ആ പണം ജയപാലിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുത്തത് എല്ലാം പോയില്ലേ? ഹോസ്പിറ്റലിൽ നിളയെ അഡ്മിറ്റ് ചെയ്തിരിക്കുക, നമ്മള് പണം കൊണ്ടുവരുന്നതും കാത്ത എല്ലാവരും ഇരിക്കുക, നമ്മൾ എവിടെ നിന്ന് പണം എടുത്തോണ്ട് വരും? ലക്ഷക്കണക്കിന് പണം വേണം, നമ്മൾ എവിടെ നിന്ന് എടുത്തോണ്ട് പോകും? പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ
തെറ്റൊക്കെ ചെയ്തിട്ടില്ലേ നമുക്ക് പണം തിരിച്ചു കിട്ടുമെന്ന് വിനീത് പറയുമ്പോൾ കാവേരി പറയുകയാണ് എങ്ങനെ കിട്ടാനാ വിനീതേട്ടാ? വിനീതേട്ടൻ കൊടുത്ത 4 നമ്പറിൽ നിന്നും വിനീതേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും മുഴുവൻ പണം എടുക്കാൻ കഴിഞ്ഞവർക്ക് അത് തിരിച്ചു തരാതിരിക്കാനും അറിയാം. ഇതുപോലെ ഒരുപാട് കേസുകൾ ഡെയിലി വരാറുണ്ടെന്ന് പോലീസുകാർ തന്നെ പറയുന്നു. ബാങ്കുകാർക്ക് പോലും ആ പണം തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമില്ല. പിന്നെ വിനീതേട്ടൻ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഈ സമയം കാവേരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗംഗ. കോള് കണ്ട് കാവേരി പറയുന്നു ഗംഗേച്ചിയെ വിളിക്കുന്നത്. എവിടാണെന്ന് ചോദിക്കും, പണം എടുത്തില്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ എന്താ പറയുക? വിനീത് പറയണം ആ ചെക്ക് എന്തിനാ എന്റെ കയ്യിൽ തന്നത്? എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗംഗ എന്തുകൊണ്ടാ എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതെന്ന്. ഞാനൊരു വേസ്റ്റാ, കഴിവില്ലാത്തവൻ. നീ ഫോൺ എടുത്ത് ഞാൻ പണം നഷ്ടപ്പെടുത്തിയെന്ന് പറ. ഗംഗ ദേഷ്യപ്പെട്ട് എന്നെ വേണ്ടാന്ന് പറയും. ഞാൻ പൊയ്ക്കോളാം, എവിടെയെങ്കിലും പൊയ്ക്കോളാം, ഞാൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ഇത് കേട്ട് കാവേരി പറയണ വിനീതേട്ടൻ ഒന്ന് നിർത്തുന്നുണ്ടോ? അപ്പൊ വിനീത് പറയണ നീ പറഞ്ഞില്ലെങ്കിൽ എന്താ, ഞാൻ തന്നെ ചെന്ന് ഗംഗയോട് പറഞ്ഞോളാം. അതിനുശേഷം അവൾ എന്നെ വിട്ടു പോകും. എനിക്കറിയാം അവളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകില്ല. അവളുടെ ജീവിതത്തിൽ മാത്രമല്ല ആരുടെ ജീവിതത്തിലും ഇനി ഞാൻ ഉണ്ടാകില്ല. ഇത് കേട്ട് കാവേരി പറയണ ഇപ്പൊ പോലും വിനീതേട്ടനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പണം നഷ്ടപ്പെട്ടു, അടുത്തത് എന്ത് ചെയ്യണം ഏത് ചെയ്യണോന്നറിയാതെ ഞാൻ ടെൻഷനിൽ നിൽക്കുക. അപ്പൊ വിനീത് പറയണ ഞാനല്ലേ ആ പണം നഷ്ടപ്പെടുത്തിയത്, അപ്പൊ ഞാനല്ലേ എല്ലാവരോടും ഉത്തരം പറയേണ്ടത്. കാവേരി പറയുന്നു കുറച്ചുനേരം വിനീതേട്ടൻ മിണ്ടാതെ നിൽക്ക്, ഗംഗേച്ചിയോട് ഇതിനെ കുറിച്ചൊന്നും പറയണ്ട. വിനീത് ചോദിക്കുന്നു പറയാതെ എങ്ങനാ, പണം എവിടെയെന്ന് എല്ലാവരും ചോദിക്കില്ലേ? അപ്പൊ കാവേരി പറയണ ചോദിക്കും, ആരില്ലാന്ന് പറഞ്ഞു. വിനീതേട്ടൻ ഇത് പറഞ്ഞാൽ ഒരു പ്രശ്നവും ശരിയാകില്ല. പണത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കാൻ ഞാൻ ഇനിയും വിനീതേട്ടനെ സമാധാനിപ്പിക്കുകയും വേണം. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം പണമാണ്, അത് വേണം. അതിനെവിടെ പോകണം എന്ത് ചെയ്യണം അതിനെ കുറിച്ച് മാത്രം ചിന്തിക്ക്. അതല്ലാതെ നമ്മൾ സംസാരിക്കുന്നതെല്ലാം വേസ്റ്റാ. വിനീതേട്ടൻ സത്യം തുറന്നു പറഞ്ഞാൽ ഒന്നും മാറില്ല. പണം വേണം, അതിനെന്തെങ്കിലും ചെയ്യണം, അതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ വിനീതേട്ടനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അങ്ങനെ കാവേരി അകത്തേക്ക് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് വിനീത്. തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന കാവേരി ഗംഗയോടും ശാരദയോടും സത്യം തുറന്നു പറയാനാകാതെ വിഷമിച്ച് നിൽക്കുകയാണ്. പണം ഉടനെ അടയ്ക്കാം, ബാങ്കിൽ ചെറിയ താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നു. റിസപ്ഷനിലേക്ക് വന്ന് കാവേരി സംസാരിക്കുമ്പോൾ പണം അടയ്ക്കാതെ ഓപ്പറേഷൻ നടക്കില്ല എന്ന് റിസപ്ഷനിസ്റ്റ് പറയുകയാണ്. തുടർന്ന് രാത്രി കാറിൽ വരുന്ന ജയബാലൻ കാണുകയാണ് റോഡ് സൈഡിൽ ബൈക്കിലിരിക്കുന്ന നിവിനെ. അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ച് ജയബാലന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് രാഗിണി. ഞാൻ വരാം, മോള് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ജയബാലൻ പറയുന്നു. രാഗിണി നിവിൻ തിരുവനന്തപുരത്തുണ്ടെന്നറിഞ്ഞ് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. നിവിൻ ബൈക്കിൽ കയറി പോകുമ്പോൾ ജയബാലൻ നിവിന്റെ ബൈക്കിന്റെ പിന്നാലെ പോകുന്നു. തുടർന്ന് ജയബാലൻ തന്റെ വണ്ടി നിവിന്റെ ബൈക്കിൽ ഇടിപ്പിക്കുകയാണ്. റോഡിൽ ബോധം കെട്ട് വീഴുകയാണ് നിവിൻ. ജയബാലൻ കാറിൽ അവിടെ നിന്ന് പോകുമ്പോൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന നിവിനെ കണ്ട് അരികിലേക്ക് ഓടി വരികയാണ് രണ്ടുപേർ. ഈ സമയം ആ വഴി വന്ന രാഗിണി നിവിനെ കാണുകയും ടെൻഷനോടുകൂടി അരികിലേക്ക് വന്ന് നിവിൻ എന്തു പറ്റിയതാണെന്ന് ചോദിക്കുകയാണ്. നിവിനെ തട്ടി വിളിക്കുന്നുവെങ്കിലും നിവിൻ കണ്ണു തുറക്കുന്നില്ല. നാട്ടുകാരുടെ സഹായത്തോടുകൂടി രാഗിണി നിവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് നരേനെ വിവാഹത്തിനായി നിർബന്ധിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഗായത്രിയും. നരേൻ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. നരേന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് വിഷമിക്കുകയാണ്. രാത്രി ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടെടുക്കുന്ന മുത്തശ്ശി പറയുന്നു നമ്മുടെ മകള് മരിക്കുമ്പോൾ ഇവനെ നമ്മുടെ കയ്യിൽ തന്നതാ, നമ്മൾ അവനെ നന്നായി നോക്കും, കല്യാണം നടത്തും, നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചല്ലേ അവള് സമാധാനത്തോടുകൂടി കണ്ണടച്ചത്. പക്ഷെ അവൻ ഇങ്ങനെയായി പോയല്ലോ. അപ്പൊ മുത്തശ്ശൻ പറയണ നീ അതോർത്ത് വിഷമിക്കാതെ, അവൻ എപ്പോഴാണോ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അപ്പൊ കല്യാണം കഴിക്കട്ടെ, അതുവരെ അവനെ നമ്മൾ ശല്യം ചെയ്യണ്ട. മുത്തശ്ശി ചോദിക്കുന്നു ഒരിക്കൽ തെറ്റ് സംഭവിച്ചു എന്ന് കരുതി വീണ്ടും തെറ്റ് സംഭവിക്കുന്ന എന്തിനാവും ചിന്തിക്കുന്നത്? അങ്ങനെ മുത്തശ്ശി പൊട്ടിക്കരയുമ്പോൾ നെഞ്ചുവേദന എടുക്കുകയാണ്. വേദന സഹിക്കാനാകാതെ മുത്തശ്ശി കരയുകയാണ്. ഇത് കണ്ട് ഭയത്തോടുകൂടി മുത്തശ്ശിന്റെ ഉറക്കെ ഗായത്രിയെയും നരേനെയും എല്ലാം അവിടേക്ക് വിളിച്ചു വരുത്തുകയും നരേൻ ഭയത്തോടുകൂടി നിൽക്കുകയുമാണ്. തുടർന്ന് നരേനും മുത്തശ്ശനും ഗായത്രിയും കൂടി മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം നിവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് രാഗിണി. നിളയുടെ കാര്യമോർത്ത് വിഷമത്തോടുകൂടി നിൽക്കുന്ന കാവേരി രാഗിണിയെയും നിവിനെയും ശ്രദ്ധിക്കുന്നില്ല. കാവേരി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതിനാൽ രാഗിണിയും കാവേരിയെ കാണുന്നില്ല. നിളയെ അഡ്മിറ്റ് ചെയ്ത അതേ ഹോസ്പിറ്റലിൽ നിവിനുണ്ടെന്ന് കാവേരിയും കുടുംബവും അറിയുന്നില്ല. തുടർന്ന് രാവിലെ മുത്തശ്ശിയെയും കൂടി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് നരേനും ഗായത്രിയും മുത്തശ്ശനും. അവിടേക്ക് വന്ന ശിവരാജൻ പറയുന്നു അമ്മ എന്തുപറ്റി? നരേൻ സൂക്ഷിച്ചു കൊണ്ടുപോണേ, വീടരുത്. മുത്തശ്ശി അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞ് നരേൻ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മുത്തശ്ശനും പിന്നാലെ പോകുന്നു. ഗായത്രി ചോദിക്കുന്നു ഇന്നലെ രാത്രി അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ എഴുന്നേറ്റത് പോലുമില്ല. ഇത് കേട്ട് ശിവരാജൻ പറയുകയാണ് നരേന്റെ കല്യാണം നടത്താനുള്ള ഡ്രാമയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് കേട്ട് ഗായത്രി പറയുന്നു അപ്പൊ നിങ്ങൾ ശബ്ദം കേട്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പോലും വന്നില്ലല്ലോ. ഇത് കേട്ട് ശിവരാജൻ ചോദിക്കുകയാണ് നിന്റെ അമ്മ എന്നാ ചത്തുപോയോ? ഇല്ലല്ലോ. അതുങ്ങൾ രണ്ടും അത്ര പെട്ടെന്നൊന്നും പോകില്ല. കണ്ണു നിറഞ്ഞ ഗായത്രി പറയുന്നു നിങ്ങൾ മിണ്ടരുത്, അവരിത് കേൾക്കും. ശിവരാജൻ ചോദിക്കുന്നു കേട്ടാലെന്താ, അവർ ഈ ലോകത്ത് നിന്ന് പോകുമോ? അങ്ങനെ എന്തെങ്കിലും നടക്കുമെങ്കിൽ ഞാൻ ഉറക്കത്തന്നെ പറയാം. അപ്പൊ ഗായത്രി പറയണ അവരുടെ പണത്തിൽ ജീവിച്ചിട്ട് അവര് ചാകണമെന്ന് പറയുന്നു. അത് നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാ, നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ദേഷ്യത്തോടുകൂടി ഗായത്രി അകത്തേക്ക് പോവുകയാണ്. ശിവരാജൻ ബുദ്ധത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി നരേന്റെ കയ്യിൽ പിടിച്ച് നരേന്റെ വിവാഹം കാണാൻ ആഗ്രഹമുണ്ട്, താൻ മരിക്കുന്നതിന് മുമ്പ് അത് നടക്കണമെന്ന്
എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് തകർന്നു നിൽക്കുകയാണ് നരയൻ. അരികിലേക്ക് വന്ന മുത്തശ്ശന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞോണ്ട് നരയൻ പറയുന്നു, ഈ ലോകത്തിലെ എന്തില്ലെങ്കിലും ഞാൻ ജീവിക്കും. ആരെ എനിക്ക് വേണ്ട മുത്തശ്ശ, പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയില്ലെങ്കിൽ എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് കേട്ടുകൊണ്ട് ഗായത്രി അവിടേക്ക് വരികയാണ്. മുത്തശ്ശൻ പറയുന്നു, അവളുടെ ഭയവും അതാ. ആ ഭയമാ അവളെ പതിയെ പതിയെ കൊല്ലുന്നത്. ഞങ്ങൾ ഇല്ലാതായാൽ നിന്നെ ആര് നോക്കും? നിനക്ക് ആരുണ്ട്? അപ്പൊ നരയൻ പറയണ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഗായത്രി പറയണ, ഡോക്ടർ എന്താ പറഞ്ഞത് നീയും കേട്ടതല്ലേ? മുത്തശ്ശിക്ക് നല്ല ടെൻഷനും സ്ട്രെസ്സും ഉണ്ടെന്ന്. ആ സ്ട്രെസ്സിന്റെ കാരണം നീയാ. നീ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നതാ. മുത്തശ്ശി അത് തന്നെ ആലോചിച്ചിരുന്നാൽ വീണ്ടും വീണ്ടും ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും ഒക്കെ വരും. എപ്പോഴും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഡോക്ടറും അത് പറഞ്ഞു. മുത്തശ്ശൻ പറയുന്നു, ഇത്രയും കാലം ഞങ്ങൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചില്ലേ? ഞങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടക്കണമെന്നുള്ളതാ. നിന്റെ കല്യാണം കണ്ടാലേ ഞങ്ങൾക്ക് സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ പറ്റും. എന്താ മുത്തശ്ശ ഇതെല്ലാം എന്ന് നരയൻ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയണ, ഇല്ലെങ്കിൽ ഈ ലോകം വിട്ടുപോയാലും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് നരയന്റെ കവിളിൽ പിടിച്ച് മുത്തശ്ശൻ പറയുന്നു, മോനെ നരി, ഞങ്ങൾക്ക് വേണ്ടി ഇത് മാത്രം ചെയ്യുന്നീ. അങ്ങനെ മുത്തശ്ശിയുടെ അരികിലേക്ക് പോകുമ്പോൾ നരയൻ ചോദിക്കുന്നു, ചെറിയമ്മേ എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ ഗായത്രി പറയണ, മുത്തശ്ശൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മനസ്സിലുള്ള വിഷമം പറഞ്ഞതാ. നിനക്ക് വേണ്ടി ജീവിച്ച് നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന രണ്ടുപേർ, അവരുടെ അവസാനത്തെ ആഗ്രഹമാ നിന്നോട് ചോദിക്കുന്നത്. അതൊന്നും നടത്തി കൊടുക്കാൻ പറ്റാത്ത ആഗ്രഹമല്ല, അത് ചെയ്യാൻ നിനക്ക് മനസ്സില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ, ഇവർ രണ്ടുപേരും അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാകില്ല. അപ്പൊ നീ ചിന്തിക്കും, അവര് ചോദിച്ചത് അപ്പോഴേ ചെയ്യേണ്ടതായിരുന്നു എന്ന്. പക്ഷെ ആ സമയത്ത് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ കണ്ണു നിറങ്ങിയ ഗായത്രി അവിടെ നിന്ന് പോകുമ്പോൾ കണ്ണു നിറങ്ങിയ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് നരയൻ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പനി വന്നു. അന്ന് ഉറങ്ങാതെ രാത്രി മുഴുവൻ മുത്തശ്ശി എന്റെ കൂടെ ഇരുന്നു. അന്ന് മുത്തശ്ശി പറഞ്ഞു, എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എന്റെ കൊച്ചുമോന്റെ ജീവൻ ഞാൻ രക്ഷിക്കുമെന്ന്. എനിക്ക് വേണ്ടി മുത്തശ്ശി ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ എന്റെ പനി മാറിയിട്ടും നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി മാത്രമാണ് മുന്നോട്ട് ജീവിച്ചത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇപ്പൊ മുത്തശ്ശിക്ക് എന്താ വേണ്ടത്? ഞാൻ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇനിയും കുറെ കാലം കൂടി ജീവിക്കുമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശനും. മുത്തശ്ശി പറയുന്നു, ഇപ്പൊ പറഞ്ഞത് എനിക്ക് സന്തോഷമുള്ള കാര്യം, എന്നാലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല. എനിക്ക് സത്യം ചെയ്തതാ, എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തതാ. മുത്തശ്ശിയുടെ തലയിൽ കൈവച്ച് കണ്ണു നിറങ്ങിയ നരയൻ പറയുന്നു, ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കാം, മതിയോ? ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്